എൻ്റെ കയ്യിലൊരു ഗോമൂത്ര കുപ്പിയുണ്ട്. ദയവ് ചെയ്ത് ഇതൊന്ന് കുടിച്ചു കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങളിപ്പോൾ സമ്മേളനം കഴിഞ്ഞൊക്കെ വന്നതല്ലേ. ഞങ്ങൾ സമ്മേളനത്തിൽ കയറിയിട്ട് നല്ല രീതിയിൽ ഗോമൂത്രവും ഒരു ചാണക കേക്കൊക്കെ തട്ടി വന്നവരാണ്. ഞങ്ങൾ വയറ് വീർത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം നിങ്ങളാണ് പറയുന്നുള്ളത് ഗോമൂത്രമാണ് കൊറോണയ്ക്കുള്ള ഏക പരിഹാരമെന്ന് നിങ്ങൾ വലിയ രീതിയിൽ വിളിച്ചു പറയുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ കയ്യിലുള്ള ഈ ഗോമൂത്ര കുപ്പിയിൽ നിന്ന് കുറച്ച് കുടിച്ചിട്ട് നിങ്ങളൊന്ന് തന്നെ ഒന്ന് പരസ്യപ്പെടുത്തുക. അത് വേണ്ട. കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ നിങ്ങളോട്, ഞങ്ങളുടെ വയറൊക്കെ വീർത്തിരിക്കുകയാണ്. ചാണക കേക്കൊക്കെ എത്രയാണ് ഞങ്ങൾ കഴിച്ചത്. ഗോമൂത്രമാണെങ്കിൽ ഞങ്ങൾ കുടിച്ച് വയറൊക്കെ വീർത്ത് നിൽക്കുന്നത് നിങ്ങളിങ്ങനെ കാണുന്നില്ലേ? ഇയാൾ എത്ര കുടിച്ചത് നിങ്ങൾക്കറിയുമോ? നിങ്ങളിങ്ങനെ ഒരുമാതിരി കോപ്പിൽ വർത്താനം ഒന്നും പറയരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങളിത് കുടിച്ച് കാണിക്കണം, നിർബന്ധമാണ്. ഇപ്പോൾ എന്തായാലും നടക്കില്ല. ഫോൺ വന്നു കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും വിടുന്നു, ഞങ്ങൾ പോട്ടെ. നിക്ക് കുടിച്ചു കാണിക്ക്. ഇല്ല, കുടിക്കില്ല. അവർ കുടിക്കാൻ തയ്യാറാവില്ല. കൊറോണയല്ലടോ വിഷയം, ഇത് വിഷയം വേറെയാണ്. പറഞ്ഞു വരുന്നത്, ഡൽഹിയിൽ ഭാരത് സമാചാർ ടിവിയുടെ അവതാരക ഒരു ഓപ്പറേഷൻ നടത്തിയത് നമ്മുടെ ഹിന്ദു മഹാസഭയുടെ നേതാവ് ചക്രവാണി മഹാരാജും കൂട്ടരും ഗോമൂത്ര ഫെസ്റ്റിവലും അതുപോലെ തന്നെ ചാണക പാർട്ടിയൊക്കെ നടത്തുന്ന ആ പ്രദേശത്തേക്കാണ് നമ്മുടെ ഈ അവതാരക കടന്നുപോയത്. അവിടെ വെച്ച് അവതാരക തൻ്റെ കയ്യിൽ ഒരു ഗോമൂത്രത്തിൻ്റെ കുപ്പിയെടുത്തു. ഈ കുപ്പിയെടുത്തിട്ട് ഈ സമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന നേതാക്കന്മാരോട് പറഞ്ഞു, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഗോമൂത്രം ഒന്ന് കുടിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങളോട് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ആദ്യം എൻ്റെ കയ്യിലുള്ള ഈ ഗോമൂത്രം ഒന്ന് കുടിച്ചാട്ടെ എന്ന് പറഞ്ഞ ഈ ഗോമൂത്ര കുപ്പി BJP നേതാക്കളുടെ അല്ലെങ്കിൽ ഈ ഹിന്ദു മഹാസഭാ നേതാക്കളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ഹിന്ദു മഹാസഭാ നേതാവ് പറഞ്ഞു, ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഒരുപാട് കുടിച്ചു വന്നതാണ്, ദയവ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ കുടിക്കാൻ തയ്യാറല്ല. എന്നാലും ഒരു കാര്യം ചെയ്തേക്ക്, ഇതൊന്ന് കുടിച്ചു കാണിക്ക് എന്ന് അവതാരക കേണപേക്ഷിച്ചിട്ട് പോലും ആ ഹിന്ദു മഹാസഭയുടെ നേതാക്കളിൽ ഒരാൾ പോലും തയ്യാറാവുന്നില്ല. അപ്പോൾ അവതാരക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാണല്ലോ പറയുന്നത് ഈ കൊറോണയ്ക്ക് ഏറ്റവും വലിയ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഈ ഗോമൂത്രമാണെന്ന്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കുടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഹിന്ദു മഹാസഭയുടെ നേതാവ് അതിനൊന്നും ഒരു മറുപടി നൽകാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവതാരക വീണ്ടും ഓപ്പറേഷൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സമ്മേളനം നടന്ന പ്രദേശത്തു കൂടി അകത്ത് കയറിയിട്ട് ഇതിൻ്റെ തലവനെ പോയി കാണുന്നു. അതായത് അവിടെ ഒരു കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന തലവൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നു, എൻ്റെ കയ്യിലുള്ള ഈ ഗോമൂത്രമൊന്ന് കുടിക്കണമെന്ന് പറയുമ്പോൾ വിസമ്മതിക്കുന്നു, തയ്യാറാകുന്നില്ല. അപ്പോൾ തയ്യാറാവാത്ത നേതാവിൻ്റെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു പ്രവർത്തകനിലേക്ക് ഈ അവതാരക പോയി പറയുന്നു, ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണല്ലോ പ്രവർത്തകരായ നിങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങളെങ്കിലും എൻ്റെ കയ്യിലുള്ള ഈ ഗോമൂത്രം ഒന്ന് കുടിക്കണമെന്ന് പറയുമ്പോൾ ഈ പ്രവർത്തകൻ ഓടടാ ഓട്ടം. ഈ പ്രവർത്തകന്റെ പിന്നാലെ നമ്മുടെ അവതാരകയും മൈക്കും ക്യാമറയുമായിട്ട് ഓടുന്ന കാഴ്ചയും വളരെ രസകരമായി തന്നെയാണ് ആ ദൃശ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാണ് ഈ ഗോമൂത്ര ഫെസ്റ്റ്, പിന്നെ എന്തിനാണ് ഈ ചാണക പാർട്ടി? ഇതൊക്കെ വളരെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമാണ്. ഹിന്ദുത്വ വൽക്കരണം അഥവാ കാവ്യവൽക്കരണം. അതായത് ഒരു ഹിന്ദുത്വ വൽക്കരണം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയെടുക്കുക. ഞങ്ങളൊക്കെ ഹൈന്ദവരുടെ ആചാരങ്ങള്, ഹൈന്ദവരുടെ ദൈവങ്ങളെ സംരക്ഷിക്കുന്നവരാണ്, ഹൈന്ദവ രീതി പിൻപറ്റുന്നവരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇതുപോലെയുള്ള ചാണക പാർട്ടി, ഇതുപോലെയുള്ള ഗോമൂത്ര പാർട്ടി, ഇതുപോലെയുള്ള പശു പാർട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും കള്ളത്തരങ്ങളാണ്. ഇവർ ഗോമൂത്രം കുടിക്കില്ല, ഇവർ ചാണക കേക്ക് കഴിക്കില്ല, ഇവർ ഈ ഗോമൂത്രവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന കാര്യങ്ങളോ ഇവരാരും കഴിക്കില്ല. കാരണം ഇവർക്ക് ബോധ്യമാണ് ഇതിലൊന്നും ഒരു സാധനവുമില്ല, ഒരു മാങ്ങാത്തൊലിയുമില്ല എന്ന് ഇവർക്ക് വളരെ വ്യക്തമായി അറിയാം. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ കുപ്രചരണങ്ങളിലൂടെ ഇവരിലേക്ക് ഒരു ഹിന്ദുത്വ മുഖമുണ്ടാക്കിയെടുക്കുക.
അതായത് പൊതുജനങ്ങൾക്കിടയിൽ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളായി ഇവരുണ്ട് എന്നുള്ള ഒരു തോന്നിപ്പിക്കൽ നാടകം. അത് മാത്രമാണ് ഈ ചാണക പാർട്ടിയും ഈ ഗോമൂത്ര പാർട്ടിയും ഒക്കെ. ഇതിലൊക്കെ വീണു പോകുന്ന സാധാരണ പാവങ്ങളെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം അവർക്കിതൊന്നും അറിയില്ല. അവർ ഇത് പറയുന്നതനുസരിച്ച് കൊറോണ ബാധിച്ച സമയത്ത് അവർ പോയി ഗോമൂത്രം കഴിക്കും. ഇതിനൊക്കെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഭാരത് സമാചാർ ടിവിയുടെ അവതാരക. എന്തായാലും ആ വീഡിയോ ഇതിനകത്ത് ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അതിലെ ഇമേജുകളാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ അതിൻ്റെ വീഡിയോ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിൽ ചെയ്തു തന്നിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യം കാണുക. വളരെ രസകരമായ ഒരു ദൃശ്യം തന്നെയാണ് അത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.